പൊടി നിറഞ്ഞ ഒരു സ്ഥലം അടിച്ചു വൃത്തിയാക്കാൻ ഞാനൊരു മാസ്ക് എടുത്തു വെച്ചു. എന്തുവേണ്ടി ഒരു തരി പൊടി പോലും എന്റെ ഉള്ളിലേക്ക് കയറിയില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മാസ്കം വെച്ച ഈ മണ്ണിലൂടെ നടന്നൊരു മനുഷ്യൻ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്. പൊടി അടിക്കാതിരിക്കാനല്ല, സകല തിന്മകളെയും ഒഴിവാക്കാൻ, ദൈവത്തിനെതിരായതെല്ലാം തന്റെ ജീവിതത്തിൽ നിന്നും മാറ്റിമറിക്കാനായിട്ട് അദ്ദേഹം എടുത്തു വെച്ചത് ഒരു മാസ്കാണ്. അത് വചനത്തിന്റെ മാസ്ക് തന്നെയായിരുന്നു. ഒറ്റപ്പെട്ടു പോയ ഒരു കുഞ്ഞാട് ഇന്ന് അവന്റെ സ്ഥിതി എവിടെയാണ്? ഈശോയുടെ കരവലയത്തിനുള്ളിലാണ്. താനാണ് ഏറ്റവും വലിയ പാപി എന്ന മുദ്രകുത്തിയ, അല്ലെങ്കിൽ സ്വയം വിശേഷിപ്പിച്ച വിശുദ്ധ പൗലോസ് ഇന്ന് എവിടെയാണ്? ഈശോ മിശിഹായോടൊപ്പമാണ്. ദാവീദ് സങ്കീർത്തകൻ പാപിയായ എന്നിൽ കനിയണേ എന്നുള്ള പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് നേടിയെടുത്തത് എന്താണ്? ദൈവം അദ്ദേഹത്തിന്റെ പാപങ്ങൾ മുഴുവനും നിമിഷ നേരം കൊണ്ട് മായ്ച്ചു കളഞ്ഞ അനുഭവം ദാവീദും തിരുസന്നിധിയിലുണ്ട്. അതുപോലെ ഒരു വിശുദ്ധൻ വിശുദ്ധ ഫ്രാൻസിസ്. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു എന്ന് മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തപശ്ചര്യയ്ക്ക് വഴിയൊരുക്കിയവനാണ് വിശുദ്ധ ഫ്രാൻസിസ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:35 പറയുന്നത് പോലെ, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. ദാഹമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും തീവ്രമായ ഒരു ആഗ്രഹം. ഈശോ മിശിഹായുടെ തീവ്രമായ ആഗ്രഹത്തെ വിശുദ്ധ ഫ്രാൻസിസ് തന്റെ ജീവിതം കൊണ്ട് പൂർത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, നമുക്കും വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ഈശോ മിശിഹായോടൊന്ന് ചേരാൻ ശ്രമിക്കാം. ഈശോയുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ, എന്റെ ജീവിതത്തെ ഒരു ബലിയായി കൊടുക്കാൻ വേണ്ട കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ ജീവിതത്തിലൂടെ അഭ്യസിക്കാൻ പരിശ്രമിക്കാം.